ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 29 മെയ് 2026. ഈ മാസത്തിലെ 29ാമത്തെ ദിവസം, പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 5ാമത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച. ഈ വർഷത്തിലെ 149ാമത്തെ ദിവസമാണ് ജനുവരി 1 മുതൽ നാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ. നമുക്ക് ദൈവം തന്നതായ ആ അനുഗ്രഹങ്ങളെ ഓർത്ത് അവന് എപ്പോഴും നന്ദി പറയുകയാണ് വേണ്ടത്. കാരണം ജനുവരി 1 നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള വിവരം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് 520ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ ഉള്ള മരണം എങ്ങനെയുള്ളതാണ്. വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ ഉള്ള മരണം എങ്ങനെയുള്ളത് ആണ്. വേദപുസ്തകത്തിൽ മരണമെന്ന വാക്ക് പാപ മരണത്തിനും ശാരീരിക മരണത്തിനും ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് പരസ്പരം തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. മരണത്തെക്കുറിച്ചുള്ള പഠനത്തിന് താനറ്റോളജി എന്ന് പറയുന്നു. മൃത്യു, മരണം എന്നീ പദങ്ങൾക്ക് പ്രാണൻ ഉപേക്ഷിക്കുന്നു എന്ന അർത്ഥമുണ്ട്. ഭാരതീയ ചിന്തപ്രകാരം പഞ്ചഭൂതങ്ങളുടെ ഒത്തുചേരൽ മുഖാന്തരം ശരീരമുണ്ടാകുന്നു. മരണത്തോടെ ശരീരനാശം സംഭവിക്കുന്നു. പഞ്ചഭൂതങ്ങൾ വേർപെട്ട് അതത് ഭൂതങ്ങളിലേക്ക് ലയിക്കുന്നു. ബൈബിളിൽ അതിനെ ഉദ്ദേശിച്ചാണ് നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും എന്ന് പറയുന്നത്. ജീവശാസ്ത്രപരമായി വിലയിരുത്തിയാൽ കോശങ്ങളുടെ നാശമാണ് മരണത്തിന് കാരണമാകുന്നത്. പ്രാണാത്മക മരണമുണ്ട്, തലച്ചോറിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന മരണമുണ്ട്, പൂർണ്ണമായ ശരീരമരണമുണ്ട്. ആംഗലേയ ഭാഷയിൽ വൈറ്റൽ ഡെത്ത്, ക്ലിനിക്കൽ ഡെത്ത്, ടോട്ടൽ ഡെത്ത് എന്ന് ക്രമമായി പറയുന്നു. ജനനവും വംശങ്ങളുടെ ഉത്ഭവവും മരണവും ഒരേ ഗർഭപാത്രത്തിൽ നിന്നും ഒരേ നിമിഷം തന്നെ പിറവി എടുത്ത സംഭവം വേദപുസ്തകത്തിലുണ്ട്. ഏശാവ് യാക്കോബ് പോരാട്ടം റാഖേലിന്റെ ഗർഭപാത്രത്തിൽ നടന്നു. ഏശാവിന്റെ ജനനത്തിനൊപ്പം തന്നെ അവന്റെ ഉന്മൂലനാശം പിറവിയെടുത്തു. താൻ തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിൽ കൂടി താൻ ദ്വേഷിക്കുന്ന ഏദോമ്യ ജാതിയുടെ മരണം യഹോവയായ ദൈവം ജനന മുഹൂർത്തത്തിൽ തന്നെ ഉറപ്പാക്കിയിരുന്നു. മനുഷ്യ സൃഷ്ടിയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. അവൻ ജനിക്കുമ്പോൾ തന്നെ അവന്റെ മരണനാഴികയും ജനിച്ചു കഴിഞ്ഞു. യാക്കോബ് ദൈവവുമായി കടുംപിടുത്തം നടത്തിയതുപോലെ മരണം നമ്മെ കടുംപിടുത്തം പോലെ ചുറ്റും. വചനം പറയുന്നു, ഏക മനുഷ്യനിൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഭയപ്പെടേണ്ട, ആദാമിലൂടെ മരണം ഉണ്ടായെങ്കിൽ ക്രിസ്തുവിലൂടെ മരണം ജീവൻ ഉണ്ടായി. 3 വിധം മരണം വേദപുസ്തകത്തിൽ വിവരിക്കുന്നു. ശാരീരിക മരണം, ആത്മീയ മരണം, നിത്യമരണം എന്നിവയാണ്. ശാരീരിക മരണം, ആത്മാവും പ്രാണനും ശരീരത്തിൽ നിന്നും വേർപെടുമ്പോൾ ശാരീരിക മരണം സംഭവിക്കുന്നു. ഇത് എല്ലാ മനുഷ്യർക്കും നിശ്ചയിച്ചിരിക്കുന്നതാണ്. ഈ മരണത്തെ ആർക്കും മറികടക്കുവാൻ സാധ്യമല്ല. ജനനം മുതൽ വളർച്ചയും വാർദ്ധക്യവും കഴിഞ്ഞ് ചെല്ലുന്ന ചവിട്ടുപടിയാണ് മരണം. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് പറയുന്നത് ഈ ശാരീരിക മരണത്തെ ഉദ്ദേശിച്ചാണ്. ഈ മരണത്തിന് നിര്യാണം എന്നുകൂടി പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു യെരുശലേമിൽ പ്രാപിപ്പാനുള്ള ക്രൂശ് മരണത്തെ പറ്റി പറയുന്നത് നിര്യാണം എന്നാണ്. ലൂക്കോസ് എവൻഗേലിസ്യയുടെ സുവിശേഷം 9:31 അത് പറയുന്നുണ്ട്. എന്റെ നിര്യാണവും അടുത്തിരിക്കുന്നു എന്ന് 2 തീമോത്തിയോസ് 4:6 പൗലോസ് അപ്പോസ്തലനും 2 പത്രോസ് 1:13 മുതൽ 15 വരെയുള്ള ഭാഗത്ത് എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നതായി പത്രോസ്ലിഹായും പറയുന്നുണ്ട്. രണ്ടാമത്തേതാണ് ആത്മീയ മരണം. ആത്മീയ മരണം ആദ്യം സംഭവിച്ചത് ദൈവകൽപ്പന ആദം ലംഘിച്ചപ്പോഴാണ്. ഉൽപ്പത്തി പുസ്തകം 2:17 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം ആദാമിനോട് പറയുന്നു, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദം ഫലം തിന്നു, തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു, ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും വേർപെട്ടപ്പോൾ സംഭവിച്ചതാണ്. ഉദാഹരണമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. എഫേസ്യർ 2:1. ഉടനായ പുത്രന്റെ ദൃഷ്ടാന്തത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു. ലൂക്കോസ് 15:32. യേശു വീണ്ടും മറ്റൊരു സന്ദർഭത്തിൽ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ
പ്രമാണിയായ നിക്കോദിമോസിനോട് പറഞ്ഞു, അമേൻ അമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചിട്ടില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാൻ 3:3. ആത്മാവിന്റെ മരണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തത് നിത്യമരണം. നിത്യമരണം അല്ലെങ്കിൽ രണ്ടാം മരണത്തെ പറ്റി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-15 നൽകുന്ന സൂചന മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്നാണ്. ഇതിനെയാണ് രണ്ടാം മരണം എന്ന് പറയുന്നത്. സാത്താനെ പ്രലോഭനത്തിൽ വഴങ്ങിയ മനുഷ്യനിൽ ആധിപത്യം ഉറപ്പിച്ച പാപത്തിന്റെ ഫലമാണല്ലോ മരണം. മരണം മനുഷ്യന്റെ അവസാനത്തെ ശത്രുവായി ചിത്രീകരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ മരണത്തെ തന്നെ ഉന്മൂലത്തെ കുറിച്ചും പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:53 മുതൽ 54 വരെയുള്ള വേദഭാഗം. മരിച്ചവരുടെ വിശ്രമസ്ഥലവും പിശാചുക്കളുടെ സങ്കേതവും സാത്താന്റെ തടവറയുമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പാതാളവും തിന്മയുടെ പര്യായമായി പരിഗണിക്കപ്പെടുന്നു. പാതാളവും മരണവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുന്നതോടെ തിന്മയുടെ മേലുള്ള യഹോവയുടെ വിജയം പൂർത്തിയാകുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവർ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ശിക്ഷാർഹരായി കാണപ്പെട്ടവരാണ്. ഇവരുടെ അന്ത്യം നിത്യ ശിക്ഷാവിധിയാണ്. മരണത്തെ നമ്മുടെ സഭ ഒരു അവസ്ഥാഭേദമായിട്ടാണ് കാണുന്നത്. മരണം എന്ന പദം നമ്മുടെ സഭ വിശ്വാസത്തിൽ ആക്ഷരികമായി കാണുന്ന അർത്ഥത്തിലല്ല സ്വീകരിച്ചിരിക്കുന്നത്. വാങ്ങിപ്പോവുക, നിദ്ര പ്രാപിക്കുക, കടന്നു പോവുക, കാലം ചെയ്യുക എന്നീ അർത്ഥമാണ് സഭ ഉദ്ദേശിക്കുന്നത്. ശാരീരിക മരണത്തിന് ശേഷം ആ വ്യക്തി വളർച്ചയുടെ ഒരു പ്രധാന പടി കൂടി കടക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഒരു വ്യക്തി ജീവനോടെ ഇരിക്കുമ്പോൾ ആത്മീയമായ ഉന്നതിയിലും അനുഭവത്തിലും ഇരിക്കുന്നത് പോലെ ശരീരം വിട്ടാലും ആ അനുഭവത്തിൽ തുടർന്നു എന്നാണ് നമ്മുടെ സഭയുടെ വിശ്വാസം. ഈ ലോകത്തിൽ നിന്നും നാം കടന്നു പോയതിനു ശേഷം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അത് ഇതാണ്: നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യശാന്തി ലഭിക്കുകയുള്ളൂ. നാം അതിനു വേണ്ടിയിട്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും നമുക്ക് കിട്ടുന്നതായ കൃപാവരങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും നാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇരിക്കണം. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ നിത്യതയിൽ നമുക്ക് നിത്യമരണം ഉണ്ടാകാതെ ഇരിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഇന്നത്തെ ലോകത്ത് എപ്പോൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുമെന്ന് അറിയാൻ മേലാത്ത ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുവാൻ വേണ്ടി മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ വഴിയിലൂടെ ജീവിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.